യെസ്, അൽഫോൺസ് പുത്രൻ, അൽഫോൺസ് ചേട്ടനാണ് ഈ സിനിമ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നൊരു കാര്യമാണ്. ജസ്റ്റ് ഒരു സിനിമയുടെ പ്രസൻറ്റർ എന്നുള്ളൊരു പേര്, ഇങ്ങനെ ഒരു ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്ന പോലെ അല്ല. ഈ സിനിമയുടെ തുടക്കം മുതൽ എനിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ക്യാരക്ടറുകൾ ആരെ കാസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതേപോലെ അതിനുശേഷം നമ്മൾ അന്നേരം പ്രസൻറ്റർ എന്നുള്ള രീതിയിൽ അങ്ങനെ വെക്കാമെന്ന് പരിഗണന ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് തോന്നിയപ്പോൾ ഈ സിനിമ കുറെ കൂടെ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനും ഒപ്പം ഈ അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്നത് ഈ കപ്പ് എന്ന് പറയുന്ന മൂവിയുടെ പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണിയുടെയും ഏഞ്ചലിന മേരി അവരുടെ മകളുടെ ഹസ്ബൻഡാണ്. സോ ആ ഒരു കണക്ഷൻ കൂടെ ഉണ്ട്. അങ്ങനെ ആ സിനിമയിലേക്ക് ഒന്നും പറയാം. സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നോക്കും. ആ ഒരു ചോദ്യം നേരിടേണ്ടത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതൊരു പക്ക ഒരു സ്പോർട്സ് ഡ്രാമ അല്ല എന്ന് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതൊരു ഫാമിലിയുടെയും സൗഹൃദത്തിൻ്റെ ഒക്കെ ഇമോഷൻ പറയുന്ന സിനിമ കൂടിയാണ്. അതിൽ തന്നെയാണ് ഹൈലൈറ്റ്. അതിലൊരു പശ്ചാത്തലം ബാഡ്മിൻ്റൺ ആകുന്നു എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ഒരു 16-17 വയസ്സുകാരനായിട്ടാണ് മാത്യു ആ സിനിമയുടെ തുടക്കം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ അവൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് ബാഡ്മിൻ്റൺ പ്ലെയർ ആവുക, അതിൽ എസ്പെഷ്യലി ഇടുക്കി ഡിസ്ട്രിക്ട് വിന്നർ ആകുക, തുടർന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് നടക്കുന്ന സമയത്ത് അവൻ അതിലേക്ക് ഒറ്റയ്ക്കൊന്നും നേടാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് അവൻ അതിനുവേണ്ടി തേടുന്ന വഴികളും ആ വഴികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. അതിനപ്പുറത്തൊരു കണക്ഷൻ, ഫാമിലിയുടെ ഒരു കണക്ഷനെ കുറച്ചുകൂടെ ഒരു ആ ഒരു പിന്നെന്താ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ കുറെ കൂടെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. നമിത ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേഷം ചെയ്യുന്നു പറഞ്ഞു. എന്തെങ്കിലും റെഫറൻസോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ബാഡ്മിൻ്റൺ പഠിച്ചു. അത് ആക്ച്വലി ഞാൻ വിചാരിച്ചു എനിക്ക് അടിപൊളിയായിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റും. ഞാൻ നല്ല നാടൻ രീതിയിൽ ബാഡ്മിൻ്റൺ കളിക്കും. ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിക്കുമല്ലോ, അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന സഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം ട്രെയിനിങ് എടുക്കണം. അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു കോച്ചുണ്ട്, അപ്പോൾ അക്കാഡമിയിലൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഉണ്ണി ഞങ്ങൾക്ക് കുറച്ച് ദിവസം ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ദിവസം മനസ്സിലായി ഞാൻ കളിച്ചിരുന്നത് മൊത്തം പൊട്ടത്തെറ്റായിരുന്നു. അങ്ങനെ ഒരു 2-3 ദിവസം അവിടെ നിന്ന് ഫ്രം ദി വെരി ബിഗിനിങ് ബാറ്റ് എങ്ങനെ പിടിക്കണം, ലൈക്ക് എങ്ങനെ സർവീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ടേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു തന്നു. അങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻസ്. എനിക്ക് തോന്നുന്നു ഒരു ബേസിക് ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലെ തരുവാണെങ്കിൽ ആക്ടേഴ്സിന് അത് ഭയങ്കര നല്ലതായിരിക്കും. ആ ക്യാരക്ടർ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതെന്തായാലും വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണല്ലോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിൽ കളികൾ ഉണ്ടോ ഷട്ടിൽ? അതൊക്കെ സിനിമ റിലീസായിട്ടെ അല്ല, ഞങ്ങൾക്കാണ് കോമ്പിനേഷൻ മൊത്തം. അപ്പോൾ അത് ആ ഫിലിമിൻ്റെ ഒരു ക്രൂഷ്യൽ പാർട്ടാണ്. സിനിമ റിലീസായിട്ട് നിങ്ങൾ പോയി കാണും, അപ്പോൾ മനസ്സിലാവും. മാത്യുവിന്റെ നമ്മൾ പല സിനിമകളും കണ്ടിരുന്നു. റൊമാൻറ്റിക് വേഷങ്ങളുള്ള പലപ്പം തളിർമത്തം തരങ്ങളാണ് ശരി. ഒരു ടീനേജ് ബോയുടെ ലവ് സ്റ്റോറി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എത്രത്തോളം ഡിഫറെൻ്റ് ആണ് ഈ സിനിമയിലെ സോങ്ങിലായാലും ശരി, ട്രെയിലറിലായാലും നമ്മളൊരു വേറൊരു മാത്യുവിനെയാണ് കാണുന്നത്. അത് വേറെ കഥാപാത്രമാണ്. എത്രത്തോളം പാടാണ് അങ്ങനെ ഒരു കഥാപാത്രം മോൾഡ് ചെയ്യാൻ? അത്തരത്തിലൊരു കോംപ്ലിമെന്റ് പറയുമ്പോൾ സന്തോഷമുണ്ട്. കാരണം ഇതിന്റെ തുടക്കം മുതൽ മാത്യു അതിന് മുമ്പ് ചെയ്ത ഇപ്പം പറഞ്ഞ സിനിമകളിൽ ഈ റോംകോം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ്. അപ്പം ഇതിൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിപ്പം ബാഡ്മിൻ്റൻ്റെ കാര്യത്തിലായാലും മാത്യുവിനെ നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു 2 മന്തിൻ്റെ അടുത്ത് ഒരു ട്രെയിനിങ് മാത്യുവിന് കൊടുത്തിരുന്നു. അത് ഏറ്റവും നന്നായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അത് സിനിമയിലെ കളിയുടെ പോർഷൻ അങ്ങനെ ഭീകരമായിട്ടുള്ള സിനിമ അല്ലെങ്കിൽ പോലും അതിൽ അവൻ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മാത്യുവിന് തന്നെ പേഴ്സണലി ഒരുപക്ഷെ നിങ്ങൾ ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം ചില സിമിലാരിറ്റി ഈ ലവ് ട്രാക്കിൽ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ പറയുന്നതും ഒരു ലവ് ട്രാക്കിനപ്പുറത്ത് അവൻ്റെ ഒരു എയിം, പാഷന് സിനിമ അതാണ് പറയുന്നത്. ഒരുപക്ഷെ അതിലേക്ക് അവൻ കൂടുതൽ എയിം വെച്ചുകൊണ്ട് പെർഫോം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഡിഫറൻസ് ഫീല് വന്നിട്ടുണ്ട്. നിങ്ങളത് എടുത്തു പറയുമ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെയൊന്നുമില്ല, നടിയായി മാറിയിട്ടൊന്നുമില്ല. ഞാൻ പ്രോജക്റ്റിലേക്ക് വന്നത് പറഞ്ഞ പോലെ റീനാൻറ്റി മാച്ചിനൊക്കെ വഴിയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഫാമിലി ആയിട്ട് വിവ് നോൺ ഈച്ച് അതർ ഫോർ എ ലോങ് ടൈം. അപ്പോൾ അങ്ങനെ സഞ്ജയ് ചേട്ടൻ വന്ന് പറഞ്ഞു കഥ.
ഒരു ചെറിയ റോളാണെങ്കിലും ഒരു നൈസ് സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ഇതിലേക്ക് വരുന്നത്. റിയ ആദ്യത്തെ സിനിമയാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട് ഈ അനീകിൻ്റെ കൂടെയും നമിതിൻ്റെ കൂടെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? കട്ടയ്ക്ക് പിടിച്ചു നിന്നോ? പിടിച്ചേക്കാനൊക്കെ എനിക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് പണ്ടേ തൊട്ട് എനിക്കേയും നമി ചേച്ചീനെ അറിയാം. സോ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ സ്പേസും ഉണ്ടായിരുന്നു. സോ എനിക്ക് നമ്മൾ BTS ടൈമിലൊക്കെ നല്ല കുറച്ച് ഫണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ അഭിനയിക്കുമ്പോൾ നല്ലതായിട്ട് എനിക്ക് നല്ല സ്പേസ് തന്നു. സോ എനിക്കൊരു ഫിയറോ ഒരു പേടിയോ തോന്നിയില്ല. ഫസ്റ്റ് ടേക്ക് അങ്ങനെ ഒരു പേടി തോന്നിയില്ല. എനിക്ക് ഒരു റീഅഷുറൻസ് എനിക്കൊരു നല്ല സ്പേസ്, ഗുഡ് സ്പേസ് ഫോർ ഹെൽപ്പ് അങ്ങനെയായിരുന്നു. സോ അങ്ങനെ പിടിച്ചു നിൽക്കാൻ അങ്ങനെ ഒരു പേടിയൊന്നും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് വെരി ചിൽ. നമ്മുടെ ആ സമയത്ത് ലൊക്കേഷനിൽ അറിയാലോ, തിരക്കുകളായിരിക്കും, ദേഷ്യപ്പെടുകയും വഴക്കുറയൊക്കെ ചെയ്തു. അതിന് എന്തെങ്കിലും വീട്ടിലുണ്ടായിരുന്നോ? ഞാനെങ്ങനെ തോന്നി എന്നെ വിളിച്ചപ്പോൾ സാർ വന്നേ പറ്റുള്ളൂ, ഒരു ചെറിയ വേഷം അഭിനയിക്കും. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു, എനിക്ക് എന്നെ ലൊക്കേഷനിൽ ചീത്ത പറയാനല്ലടാന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. അവൻ ഭയങ്കര കൂളായിരുന്നു. ഞാനും അങ്ങനെ വെറുതെ ഒന്നും ആരും ചീത്ത പറയാറില്ല. കറക്റ്റ് ജോലി എടുക്കാത്തവർ മാത്രമേ ചീത്ത കേൾക്കാറുള്ളൂ. സഞ്ജു ചീത്ത കേട്ടിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, സഞ്ജുവും അങ്ങനെ നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് സമയത്ത് എല്ലാം തുടങ്ങും. ഷോർട്ട് ഡിവിഷൻ ആയാലും അവന് കൃത്യമായിട്ട് എല്ലാത്തിനെ കുറിച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് വേണം പറ്റില്ല. ക്ലൈമാക്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അത് പക്ഷെ വളരെ കൈയടക്കത്തോടെ തന്നെ സഞ്ജു എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നുകൊണ്ട് എനിക്ക് എൻ്റെ സീൻ മാത്രം അറിയുള്ളൂ ഈ സിനിമയെ കുറിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചില്ല എന്താ സംഭവിക്കുന്നത്. ഞാനവിടെ വരിക, അപ്പോൾ എനിക്ക് അപ്പം തന്നെ വണ്ടി കയറി പോകാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ സംസാരിച്ചപ്പോൾ മാത്യു ഉണ്ടായിരുന്നു, ഗുരു സോമസുന്ദരൻ ഉണ്ടായിരുന്നു അന്ന് ലൊക്കേഷനിൽ. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ടായിരുന്നു. ഞാനും ഒരു കോച്ചായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷേ എനിക്കറിയില്ല എങ്ങനെ കളിക്കേണ്ടത്. പക്ഷെ അവിടെ നിന്ന് പിള്ളേരൊക്കെ നല്ല രീതിയിലൊക്കെ ബാഡ്മിൻ്റൺ കളിക്കുന്നത് നല്ലൊരു ഇതായിരുന്നു. പക്ഷെ എൻ്റെ ടൈമിങ് മാറിപ്പോയി. ഞാൻ എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്കുന്ന വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടും ഒരു വർഷം ഒരു 2 പടം 3 പടമൊക്കെ ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് സ്കൂളിങ് അങ്ങനെ പോയ സമയമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തിൽ ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത്. അത് ഓരോന്നായിട്ട് റിലീസാവുകയാണ്. നെക്സ്റ്റ് മന്ത് റിലീസുണ്ട്. പിന്നെ നല്ല സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ ചെയ്യാം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ. ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് എനിക്ക് അയ്യോ നാളെ സിനിമയില്ല അങ്ങനെ ആലോചിക്കുന്ന ഒരാളൊന്നുമില്ല. ഓഫ്കോഴ്സ് ബിസിനസ് ഉണ്ട്, അത് നോക്കുന്നുണ്ട്. സിനിമ വരുമ്പോൾ അത് സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടമുള്ള സിനിമകൾ സമയം എടുത്ത് ചെയ്യുന്നുണ്ട്. സിനിമ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഫോർ മീ ഇറ്റ്സ് എൻ ആർട്ട്. അതൊരു കലയാണ്. അത് മാക്സിമം നല്ലോണം ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. കപ്പിൽ തന്നെ കപ്പിൽ ഓഫ് കോഴ്സ് എനിക്ക് സഞ്ജു നറേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയലോഗ്സ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നും നമുക്ക് കേൾക്കുമ്പോൾ. സഞ്ജു എൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ടായിരുന്നു ആ കഥ നറേറ്റ് ചെയ്തത്, സ്പെസിഫിക്കലി എൻ്റെ ഡയലോഗ്സ് നറേറ്റ് ചെയ്തതും. അപ്പം എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ചില ഡയലോഗ്സ് സഞ്ജുവിൻ്റെ കഴിവാണോ എന്ന് എനിക്കറിയില്ല. ചില ഡയലോഗ്സ് പറയുമ്പോൾ നമുക്ക് ഗൂസ്ബംസ് വരും എൻ്റെ ഒരു പോർഷനിൽ. അപ്പോൾ അത് ഈ സ്ക്രിപ്റ്റിലേക്ക് എന്നെ അട്രാക്ട് ചെയ്തൊരു മെയിൻ ഫാക്ടറാണ്. പിന്നെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അത് ഓരോരുത്തരുടെ പ്രോസസ്സാണ്. ഇൻ ജനറൽ ഞാൻ എങ്ങനെ ഇപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കും, ഒരു 2-3 ദിവസം ഞാൻ സമയം ചോദിക്കും. അത് കഴിഞ്ഞ് ഞാൻ മൊത്തം വായിക്കും. ഞാൻ ഐ എം എ റീഡർ. ഞാനത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് അപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ സിനിമ ചെയ്യും. കാരണം ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ഓരോന്നാണല്ലോ സിനിമയെ പറ്റി. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. അതിൻ്റെ ആധ്യാത്മികമായിട്ടൊന്നുമില്ല.